കുറെ ബുദ്ധിയുള്ള ആളുകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വീക്ഷിക്കുന്ന പല ആളുകളും ആദ്യം തന്നെ സ്കിപ്പായി അതിൽ നിന്ന്. പാവപ്പെട്ട കുറെ ആളുകൾക്ക് ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് കുറെ ഡ്രീം കൊടുത്ത് അവരതിലേക്ക് വീണ്ടും വീണ്ടും വലിച്ചിടിപ്പിച്ചിട്ടും പുതിയ ആളുകളെ കൊണ്ടുവന്നിട്ടും അവരെന്ത് ചെയ്തു, പറ്റിക്കപ്പെട്ടു. ഒരു സമയത്ത് അവർ മുങ്ങി. പക്ഷേ അനീഷ് മേനോൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അദ്ദേഹം വീണ്ടും ഒരു കൺസെപ്റ്റ് കൊടുക്കുന്നു, അതിലേക്കും ആളുകൾ വന്നു, അതിലും പറ്റിക്കപ്പെട്ടു. വീണ്ടും ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു, അതിലേക്കും വീണ്ടും ആളുകൾ വന്നു, വീണ്ടും പറ്റിക്കപ്പെട്ടു. ഞാൻ ചോദിക്കുന്നു, പറ്റിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ വീണ്ടും വീണ്ടും അയാളിലേക്ക് എന്തുകൊണ്ട് ആളുകൾ എത്തി? അവിടെ നമുക്കറിയാം, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് എന്താണ് ചോദിക്കുന്നത് വെച്ചാൽ, അവരെ സംബന്ധിച്ച് നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ വെറുതെ ഇരുന്നാൽ പൈസ കിട്ടുമെങ്കിൽ വെറുതെ പൈസ കിട്ടുമെങ്കിൽ നമ്മൾ എത്ര ഇടാനും തയ്യാറാണ്. വെറുതെ പൈസ കിട്ടുന്ന സംവിധാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വെറുതെ പൈസ കിട്ടുന്നത് പറ്റിക്കാൻ തന്നെയാണ്. അപ്പൊ നമുക്കറിയാം, മോസ്കോയിൻ എന്നൊരു കമ്പനി വന്നു, ക്രിപ്റ്റോ ആണ് പറഞ്ഞത്. അവിടെ സത്യത്തിൽ അത് ക്രിപ്റ്റോ ആണോ? അല്ല. അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ഞാൻ എപ്പോഴും പറയാറുണ്ട്, 2000ന്റെ നോട്ട് വന്നു, പക്ഷെ അതിന് പകരം വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഗംഭീരമായ നോട്ട് എവിടെ അടിച്ചു? കൊടുങ്ങല്ലൂർ അടിച്ചു. ഫസ്റ്റ് തന്നെ അവിടെ അയാൾ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം കുന്നംകുളത്തും നോട്ടടിച്ചു. ഞാൻ ചോദിക്കുന്നത്, അവിടെ വ്യാജമായ ഒരു നോട്ട് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വ്യാജമായ നോട്ടിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്ന് വെച്ച് എല്ലാ നോട്ടും വ്യാജാണോ എന്നതുപോലെ ക്രിപ്റ്റോന്റെ മറവിൽ കണ്ടമാനം തട്ടിപ്പ് നടന്നിട്ടുണ്ട്. എന്ന് വെച്ച് എല്ലാ ക്രിപ്റ്റോ കറൻസികളും തട്ടിപ്പല്ല. മോസ്കോയിൻ എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനകത്ത് 1 ലക്ഷം രൂപ ഇട്ടാൽ എല്ലാ ദിവസവും 1000 രൂപ നമുക്ക് കമ്മീഷൻ കിട്ടുന്നു. മാസത്തിൽ 30,000 രൂപ. 1 ലക്ഷം രൂപ ഇട്ടാൽ മാസത്തിൽ 30,000 രൂപ കിട്ടൂല എന്ന് എല്ലാവർക്കും അറിയാം, അല്ലേ? കിട്ടുന്ന ഉറപ്പുണ്ട് ആർക്കെങ്കിലും? പക്ഷെ അപ്പൊ അവിടെ എങ്ങനെ തന്നിരുന്നത്? നമ്മളെ മോഹിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മളിലൂടെ ഒരുപാട് ആളുകളുടെ പൈസ അടിച്ചു മാറ്റുക എന്നുള്ള തീരുമാനമാണ്. ഇവിടെ ഇത്രയും കാലം അങ്ങനെയാണ് സംഭവങ്ങൾ ഉണ്ടായത്. അതായത് ഒരു കമ്പനി, ഒരു അതോറിറ്റി, ഒരു കൺട്രോളർ വെച്ചിട്ട് ആളുകളെ പൈസ പറ്റിച്ചു പോയിരുന്നതാണ്. പിന്നെ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടാണെങ്കിൽ പോലും ആ പ്രൊഡക്റ്റിന് അതിന്റെ വാല്യൂ ഇല്ല എന്ന് നമുക്ക് അറിഞ്ഞിട്ടും നമ്മൾ ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് കമ്മീഷൻ കിട്ടാനാണ്. നമുക്കറിയാം, ഇവിടെ ഒരു ബെഡ്ഷീറ്റിന് 5100 രൂപ ബില്ലിട്ടിട്ട് ഒരു കമ്പനിയോട് സെല്ല് ചെയ്തിരുന്നു. കമ്പനിയുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല, വലിയ സ്വർണ്ണക്കടക്കാരന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് അതിനെ ഇത് ചെയ്തിരുന്നത്, അല്ലേ? അങ്ങനെ ആ കമ്പനി 5100 രൂപക്ക് ഒരു ബെഡ്ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, 5100 രൂപക്ക് ബെഡ്ഷീറ്റ് കിടന്ന് നമുക്ക് ഉറക്കം കിട്ടുമോ? ഉറങ്ങാൻ പറ്റുമോ? മേഡം വാങ്ങും 5100 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് പോയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്തുകൊണ്ടാണ് അത് വാങ്ങാം? പക്ഷേ വാങ്ങൽ നിർബന്ധമാണ്. അവിടെ നിർബന്ധിത അവസ്ഥയിൽ നമ്മളത് വാങ്ങും. അവിടെ നമുക്കറിയാം, 300 രൂപയോ 500 രൂപയോ 1000 രൂപയുടെ ബെഡ്ഷീറ്റിനാണ് 5000 രൂപ വില ഇട്ട് കൊടുത്ത് 4000 രൂപയിൽ നിന്നും 2000 രൂപ ടീമിന് കൊടുത്തിട്ട് ബാക്കി 2000 രൂപ കമ്പനി കൊണ്ടുള്ളത്. അങ്ങനെ പല കമ്പനികളും അങ്ങനെയും പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ആ സാധാരണക്കാരന്റെ കയ്യിൽ അത് എത്തുമ്പോൾ അതിന് വാല്യൂ ഇല്ലാത്ത സാധാരണ ആളുകളിലേക്ക് എത്തിച്ച ആളുകൾ പറ്റിക്കപ്പെടുന്നു. ഇവിടെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആണെന്ന് പറഞ്ഞ്, ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാം ആണെന്ന് പറഞ്ഞ്, ഇന്റർനെറ്റിന്റെ വെബ് 3 എന്ന് പറയുന്ന പ്രോഗ്രാം ആണെന്ന്. വെബ് 3 എന്ന് പറയുമ്പോൾ വെബ് 3ലേക്ക് നമ്മൾ എത്തിയത് എങ്ങനെ എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. നമ്മൾ വെബ് 1 എവിടെയായിരുന്നു, വെബ് 2 ഏതായിരുന്നു, വെബ് 3 ഏതായിരുന്നു എന്ന് വെച്ചാൽ ഇത് മൂന്നിനെ കുറിച്ചും പറയാൻ നമുക്കറിയില്ല. നമുക്ക് ഒറ്റ ഉത്തരവുള്ളൂ, ഇന്റർനെറ്റിന്റെ കാലഘട്ടം. വെബ് 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ ഒരു yahoo.in എന്നൊക്കെ പറഞ്ഞൊരു സൈറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ കണ്ടിരുന്നെങ്കിൽ പിന്നീട് അത് സോഷ്യൽ മീഡിയകളിലേക്ക് മാറുന്ന സമയത്താണ് അത് വെബ് 2ലേക്ക് വന്നത്. വെബ് 2ലേക്ക് വന്നപ്പോൾ വെബ് 2 സേഫ് അല്ല, ഇന്റർനെറ്റ് സേഫ് അല്ല എന്നുള്ളൊരു സാഹചര്യമായിരുന്നു. കാരണം നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും നമ്മുടെ അക്കൗണ്ടുകളൊക്കെ ഹാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അത് ഹാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി വെബ് 3ലേക്ക് മാറി എന്നുള്ളതാണ് ബ്ലോക്ക് ചെയിൻ. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് കുറെ ബ്ലോക്കുകൾ കണക്ട് ചെയ്ത് വരുന്നതുകൊണ്ടാണ് അത് ബ്ലോക്ക് ചെയിൻ ആവുന്നത്. അല്ലാതെ മണി ചെയിന്റെ പേരിട്ട് മാറ്റി വിളിക്കുന്നതല്ല ബ്ലോക്ക് ചെയിൻ. അങ്ങനെ തെറ്റിദ്ധാരണയുള്ള പല ആളുകളും നമ്മളെ എന്താ പറയുക പ്ലാൻ കൊടുക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട്. അത് മനസ്സിലുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് തിരുത്താൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. ഒരിക്കലും മണി ചെയിന്റെ പേരിട്ട് മാറ്റി വിളിക്കുന്നതല്ല ബ്ലോക്ക് ചെയിൻ. ബ്ലോക്കുകൾ കണക്ട് ചെയ്തിട്ടുള്ള അത് ബ്ലോക്ക് ചെയിൻ ആവുന്നത്. ആ ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെ ഒരു വ്യക്തിക്ക് ഹാക്ക് ചെയ്യാനും പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് മെറ്റാഫേഴ്സ് എന്ന് പറയുന്ന ഈ പ്രൊജക്ടിന്റെ മുന്നേ ഫോർസേജ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം സെയിം എന്താ പറയുക ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിലായിരുന്നു. ആ ഫോർസേജ് ഇന്നും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഫോർസേജിന്റെ അകത്ത് ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ മെറ്റാഫേഴ്സ് ഏറ്റെടുത്തു. മെറ്റാഫേഴ്സ് ഏറ്റെടുക്കാൻ കാരണം ഇതുവരെ ഹാക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഉറപ്പ്. 2010 മുതൽ ഇന്ന് വരെ നിങ്ങൾ ഏതെങ്കിലും ഒരു ന്യൂസിൽ ക്രിപ്റ്റോ കറൻസി ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ?
പക്ഷേ പല അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത കഥകൾ നമുക്കറിയാലോ. പല വാട്സപ്പ് ഹാക്ക് ചെയ്തത്, പ്രധാനമന്ത്രിന്റെ ട്വിറ്റർ വരെ ഹാക്ക് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഹാക്ക് ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഇന്ന് വരെ ഒരു ക്രിപ്റ്റോ കറൻസി ഹാക്ക് ചെയ്തെന്ന് കിട്ടിയില്ല? അത് ബ്ലോക്ക് ചെയിനിലായതുകൊണ്ട്. അത് തന്നെയാണ് ഉറപ്പ്. അപ്പോൾ ബ്ലോക്ക് ചെയിനെ കുറിച്ച് അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിനെ കുറിച്ച് പഠിച്ചാൽ നമുക്കറിയാം നേരം കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്, രാത്രി ആവുന്നുള്ളത് ഉറപ്പാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു, അതിനെക്കുറിച്ച് മനസ്സിലാക്കി, അതിനെക്കുറിച്ച് അറിയുന്നത് കൊണ്ടാണ്, എക്സ്പീരിയൻസ്ഡ് ആണ് അല്ലേ? എന്നതുപോലെ തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച്, ബ്ലോക്ക് ചെയിനും മെറ്റാഫോഴ്സും കണക്റ്റഡ് അല്ല. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഇന്റർനെറ്റിന്റെ വെബ് 3 എന്ന് പറയുന്നത്. അതായത് ഇന്ന് ബ്ലോക്ക് ചെയിൻ അക്കാദമി ഗവൺമെന്റ് ഇവിടെ തിരുവനന്തപുരത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്ലോക്ക് ചെയിനെ കുറിച്ച് നമുക്ക് ഗൂഗിളിലും എന്താ പറയുക യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഇടും. ബ്ലോക്ക് ചെയിൻ ഇന്റർനെറ്റിന്റെ വെബ് 3 ഓപ്ഷനാണ്. അതിൽ റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് നമുക്കറിയാം കാലഘട്ടത്തിനനുസരിച്ച് മാറിയാൽ മാത്രമാണ് നമ്മുടെ ബിസിനസ് സക്സസ് ആവുള്ളൂ. ഞാൻ എപ്പോഴും ഒരു ഉദാഹരണം പറയാറ്, ട്രഡീഷണൽ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളെ യൂസുഫ് അലി സാറാണ് പറയാറ്. യൂസുഫ് അലി സാർ